ഭാവനോപനിഷത്തിൽ മനസ്സിനെ കൽപ്പതരുവായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. കൽപ്പതരു, കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നതെല്ലാം പ്രദാനം ചെയ്യുന്ന അല്ലെങ്കിൽ തരുന്ന വൃക്ഷം എന്നർത്ഥം. മനസ്സിന്റെ ശക്തിയെ പറ്റി ഇപ്പോൾ ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിച്ചു കഴിഞ്ഞു അല്ലേ? പുരാതന കാലം മുതൽക്ക് തന്നെ മനസ്സിനെ ഈ ശരീരത്തിൽ വസിക്കുന്ന ദേവനായും ആഗ്രഹിക്കുന്നതെല്ലാം തരുന്ന കൽപ്പതരുവായും കൽപ്പവൃക്ഷമായും ഒക്കെയാണ് നമ്മുടെ പുരാണങ്ങളും ഉപനിഷത്തുക്കളും ഇതിഹാസങ്ങളും ഒക്കെ പരാമർശിച്ചിട്ടുള്ളത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി, ഈ 3 ശക്തികളെ കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ആദ്യം തന്നെ നമുക്ക് ആഗ്രഹം ഉണ്ടാവണം, പിന്നെ അതിനെപ്പറ്റിയുള്ള ജ്ഞാനം, അറിവുണ്ടാവണം, പിന്നെ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കണം, ക്രിയാശക്തി. ഇതൊക്കെ നമ്മുടെ ഉപനിഷത്തിലും പുരാണങ്ങളിലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനും ആകർഷണ സിദ്ധാന്തവും ഒക്കെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കേൾക്കാൻ തുടങ്ങിയത് റോണ്ട ബൈറൺ ദ സീക്രട്ട് എഴുതിയപ്പോഴാണ്. അല്ലെങ്കിൽ ആൽക്കമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറഞ്ഞപ്പോഴാണ്. ഇതൊക്കെ മനോഹരമായിട്ട് നമ്മുടെ പുരാണങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെ തന്നെ അറിയണം. നമ്മൾ തേടുന്നത് നമ്മുടെ കാൽക്കീഴിൽ തന്നെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നമുക്ക് അഭിമാനം ഉണ്ടാവണം. നമുക്ക് നമ്മളെക്കുറിച്ചൊരു അഭിമാനം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചിട്ടൊരു ബഹുമാനം ഉണ്ടാവുക?